ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ശക്തമായി പുരോഗമിക്കുന്നു. മണ്ഡല പര്യടനം തുടർന്ന് പ്രമുഖ നേതാക്കൾ. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 2024 7.5% വളർച്ച കൈവരിക്കുമെന്ന് ലോകബാങ്ക്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയ ക്യാമ്പിന് സംസ്ഥാനത്ത് തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപ്റ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് തായ്വാൻ മേഖലയിൽ സുനാമി മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീമും വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയും ഇന്ന് പത്രിക സമർപ്പിച്ചു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി V ജോയ് ഇന്ന് പത്രിക നൽകി. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നാളെ പത്രിക സമർപ്പിക്കും. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ നാളെ ഉച്ചയ്ക്ക് പത്രിക സമർപ്പിക്കും. പത്തനംതിട്ട മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പത്രിക സമർപ്പിച്ചു. NDA സ്ഥാനാർത്ഥി അനിൽ K ആന്റണിയും അല്പസമയത്തിനകം പത്രിക നൽകും. കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ, NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ ഇന്ന് പത്രിക നൽകി. UDF സ്ഥാനാർത്ഥി K ഫ്രാൻസിസ് ജോർജ് നാളെ പത്രിക സമർപ്പിക്കും. എറണാകുളം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാസർഗോഡ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ എന്നിവർ പത്രിക നൽകി. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി MV ജയരാജനും NDA സ്ഥാനാർത്ഥി C രഘുനാഥും ഇന്ന് പത്രിക നൽകി. വയനാട്ടിൽ LDF സ്ഥാനാർത്ഥി ആനി രാജ ഇന്ന് പത്രിക നൽകി. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി മുന്നേറുകയാണ്. മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് ഇടുക്കിയിൽ LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും വയനാട് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി ഇന്ന് കൽപ്പറ്റയിൽ റോഡ് ഷോ നടത്തി. കേരളത്തിൽ മറ്റന്നാളാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. പത്രികകൾ പിൻവലിക്കാൻ ഈ മാസം 8 വരെയാണ് സമയം. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും താരപ്രചാരകരും മണ്ഡലത്തിൽ പര്യടനം തുടരുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഗോവിന്ദ് സിംഗ് ദോട്ടസാര ഉൾപ്പെടെയുള്ള നേതാക്കൾ ജോധ്പൂരിലടക്കം തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ബാംഗ്ലൂരു റൂറൽ മണ്ഡലത്തിലും കർണാടക മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യ മൈസൂരിലും പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 17 സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസ് ഇന്നലെ പുറത്തിറക്കി. മുൻ കേന്ദ്രമന്ത്രി MM പള്ളം രാജുവിനെ കാക്കിനാട ലോക്സഭാ മണ്ഡലത്തിലും ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷ YS ഷർമിള റെഡ്ഡി കടപ്പയിലും മത്സരിക്കും. മുൻ കേന്ദ്രമന്ത്രി താരിഖ് അൻവർ ബീഹാറിലെ കതിഹാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അമീർ ചന്ദ് നായിക് ഒഡീഷയിലെ കണ്ടമാലിയിൽ നിന്നും മത്സരിക്കും. വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ നിയമനിർവഹണ ഏജൻസികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് യോഗം ചേരും. രാജ്യത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ, സംസ്ഥാന അന്താരാഷ്ട്ര അതിർത്തികളിൽ സ്വീകരിച്ച നിരീക്ഷണ നടപടികൾ എന്നിവ യോഗം വിലയിരുത്തും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മെച്ചപ്പെട്ട സാഹചര്യം ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്ന വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി 6 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിരീക്ഷകരെ ഇന്നലെ നിയമിച്ചിരുന്നു. കൂടാതെ ആന്ധ്ര, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക നിരീക്ഷകരെയും കമ്മീഷൻ വിന്യസിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ പുറത്തിറക്കി. വിവരങ്ങൾ പരിശോധിക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനും മിഥ്യകൾ ഇല്ലാതാക്കാനും പ്രധാന കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഈ സംവിധാനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 2024 7.5% വളരുമെന്ന് ലോകബാങ്ക്. മുൻപ് പ്രവചിച്ചിരുന്ന വളർച്ചാ നിരക്കിനേക്കാൾ 1.2% കൂടുതലാണിത്. ദക്ഷിണേഷ്യയിലെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച ഈ വർഷം 6% വിലയിരുത്തൽ. 2025 ഇത് 6.1% ഇന്ത്യയുടെ ശക്തമായ വികസനവും പാകിസ്ഥാന്റെയും ശ്രീലങ്കയുടെയും സാമ്പത്തിക തിരിച്ചുവരവുമായിരിക്കും വളർച്ചയ്ക്ക് ആധാരം. അടുത്ത 2 വർഷത്തേക്ക് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മേഖലയായി ദക്ഷിണേഷ്യ തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സംസ്ഥാനത്ത് SSLC, THSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിന് ഇന്ന് തുടക്കം. SSLCക്ക് 70 ക്യാമ്പുകളിലായി 14,000 അധ്യാപകർ പങ്കെടുക്കുന്നു. മൊത്തം 38.5 ലക്ഷം ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തണം. ഹയർ സെക്കൻഡറിയിൽ 77 ക്യാമ്പുകളുണ്ട്. 1/4 ലക്ഷത്തോളം അധ്യാപകർ പങ്കെടുക്കുന്നു. സ്കൂൾ പുസ്തകങ്ങൾ യഥാസമയം വിതരണം ചെയ്യാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായി NCERT. 1, 2, 7, 8, 10, 12 ക്ലാസുകളിലെ 33 ലക്ഷത്തോളം പുസ്തകങ്ങൾ അച്ചടിച്ച് ലഭ്യമാക്കിയതായി NCERT സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 3, 6 ക്ലാസുകളിലെ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള പുസ്തകങ്ങൾ ഏപ്രിൽ-മെയ് മാസങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. 4, 5, 9, 11 ക്ലാസുകളിലേക്കുള്ള പുസ്തകങ്ങൾ ഈ മാസം വിപണിയിലെത്തുമെന്നും NCERT അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ പാഠപുസ്തകങ്ങൾ ലഭിക്കാനില്ല എന്ന റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിലാണ് NCERTയുടെ മറുപടി. വേനൽക്കാലത്ത് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി RK സിംഗ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി രാജ്യത്തെ താപവൈദ്യുത നിലയങ്ങളുടെ ഊർജ്ജോൽപാദന ശേഷി വിലയിരുത്തി. താപവൈദ്യുതി ഉൽപാദന കമ്പനികളുമായും അദ്ദേഹം ചർച്ച നടത്തി. ദേശീയ പ്രക്ഷേപണ നയം 2024 രൂപീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള കൺസൾട്ടേഷൻ പേപ്പർ ട്രായ് പുറത്തിറക്കി. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് വലിയ തോതിൽ സംഭാവന നൽകാൻ ശേഷിയുള്ളതാണ് പ്രക്ഷേപണ മേഖലയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജമ്മു കാശ്മീരിൽ ഈദ്, നവരാത്രി, ബൈശാഖി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പുണ്യസ്ഥലങ്ങളുടെ സന്ദർശനത്തിനും ഉത്സവങ്ങളുടെ സുഗമമായ നടത്തിപ്പിനും വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശം നൽകി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 വിശാഖപട്ടണത്താണ് മത്സരം. ഇതുവരെ നടന്ന 2 മത്സരങ്ങളും ജയിച്ച കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ 2ാമതാണ്. അവസാന 2 കളിയിൽ പരാജയപ്പെട്ട ഡൽഹിക്ക് 2 പോയിന്റ് മാത്രമാണുള്ളത്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. രാത്രി 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് 5ാമതും ഈസ്റ്റ് ബംഗാൾസ് 11ാമതുമാണ്. തായ്വാനിന്റെ കിഴക്കൻ തീരത്ത് ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് മേഖലയിൽ സുനാമി മുന്നറിയിപ്പ്. ഭൂകമ്പത്തിൽ 4 പേർ മരിക്കുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് പ്രാഥമിക കണക്കുകൾ. തായ്വാനിലെ ഹുവാലിയൻ സിറ്റിയുടെ തെക്ക് ഭാഗത്ത് പസഫിക് സമുദ്രത്തിൽ 34.8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. തായ്വാനിൽ കഴിഞ്ഞ 25 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിത്. ജപ്പാനിലും ഫിലിപ്പീൻസിലും ഉൾപ്പെടെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ 7 ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ ശക്തമായി അപലപിച്ച് അമേരിക്ക UK നേതൃത്വം. സന്നദ്ധ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായി ഇന്നലെ സംസാരിച്ച UK പ്രധാനമന്ത്രി ഋഷി സുനാക് വിശദവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ശക്തമായി പുരോഗമിക്കുന്നു. മണ്ഡല പര്യടനം തുടർന്ന് പ്രമുഖ നേതാക്കൾ. കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ 2024 7.5% വളർച്ച കൈവരിക്കുമെന്ന് ലോകബാങ്ക്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയ ക്യാമ്പിന് സംസ്ഥാനത്ത് തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് തായ്വാൻ മേഖലയിൽ സുനാമി മുന്നറിയിപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.